നാരായണ. ओम श्री कृष्ण गोविंद हरे मुरारे, श्रीनाथ नारायण वासुदेव। 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 सर्वत्र गोविंद नाम संकीर्तनम, गोविंद गोविंद। ओम शुक्लांबरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। गुरवे सर्वलोकानां विषजे भवरोगिणां, निधये सर्वविद्यानां दक्षिणामूर्तये नमः। जन्माद्यस्य यतोऽन्वयादितरतश्चार्तेष्वभिज्ञस्वराट्, तेने ब्रह्महृदाय आदिकवये मुह्यन्ति यत्सूरयः। तेजो वारिमृदां यदा विनिमयो यत्र त्रिसर्गो मृषा, दाम्ना स्वेन सदा निरस्तकुहगं सत्यं परं धीमहि। धर्म प्रोज्झितकैतवोऽत्र परमो निर्मल्सराणां सतां, वेद्यं वास्तवमत्र वस्तु शिवदं तापत्रयोन्मूलनं। श्रीमद्भागवते महामुनिकृते किं वा परैरीश्वरः, सद्यो हृद्यवरुध्यतेऽत्र कृतिभिः शुश्रूषुभिस्तल्क्षणात्। निगमकल्पतरोर्गलितं फलं सुगमुगादमृतद्रवसंयुतं, पिबद भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं, देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। यं प्रव्रजन्तमनुपेदमपेदकृत्यं, द्वैपायनो विरहकातर आजुहाव। पुत्रेदि तन्मयतया तरवोऽभिनेदुः, तं सर्वभूतहृदयं मुनिमानतोऽस्मि। यस्वानुभावमखिलश्रुतिसारमेकम्, अध्यात्मदीपमदितितीर्षदां तमोन्दम्। संसारिणां करुणयाः पुराणगुह्यं, तं व्याससूनुमुपयामि गुरुं मुनीनां। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं, यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्ररुद्रमरुदः स्तुन्वन्ति दिव्यैस्तवैः, वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः।
ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായസേതേ യദമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലംകൃഷീഷ്ട ഭഗവാൻ വജാംസിമി. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനി നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം നമോ നാരായണായ. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവത ജ്ഞാനപ്രവാഹ ഗംഗാപ്രവാഹത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം. ശ്രീമദ് ഭാഗവതം നമ്മുടെ പ്രഥമ സ്കന്ധത്തിലെ 16-ാം അധ്യായത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതുവരെ പറഞ്ഞു എന്നുള്ളത് 19-ാം ശ്ലോകം വരെ പറഞ്ഞു എന്നാണ് ഓർമ്മ. അങ്ങനെയല്ലേ? 19-ാം ശ്ലോകം വരെയല്ലേ പറഞ്ഞത്? ഒന്ന് ഓർമ്മയുള്ളവർ പറയൂ നോക്കട്ടെ. ക്ലിയറായി കേൾക്കാൻ പറ്റുന്നില്ല. നോക്കട്ടെ, അവിടെ ഫാനൊന്നും ഓഫ് ചെയ്യാം കേട്ടോ. സൗണ്ട് വെരി ലോ. എല്ലാവർക്കും അങ്ങനെയാണ്. എന്താ പറ്റിയതിപ്പോൾ?
സൗണ്ട് കൂട്ടാനുള്ള ഓപ്ഷൻസ് ഒന്നും കാണുന്നില്ല. കേൾക്കാം കേൾക്കാം കേൾക്കാം. ശരി, നോക്കാം. നോക്കാം. ഇപ്പോൾ 19-ാം ശ്ലോകം വരെ പറഞ്ഞു അല്ലേ? വളരെ ക്ലിയറാണ്. ചിലർക്ക് ക്ലിയറാണ്, ചിലർക്ക് കേൾക്കുന്നില്ല. നോക്കാം. എന്നാ തുടങ്ങാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അപ്പോൾ 16-ാം അധ്യായം 19-ാം ശ്ലോകം വരെ പറഞ്ഞു. അത് നമുക്ക് ഒന്നുകൂടെ വായിച്ചിട്ട് തുടർന്നുള്ളതും കുറച്ച് വായിച്ച് കാണാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അത് ശ്രീമദ് ഭാഗവതേ പ്രഥമസ്കന്ധേ ഷോഡശോധ്യായഃ. സൂത ഉവാച തതഃ പരീക്ഷിദ്വിജവർയ ശിക്ഷയാ മഹീം മഹാഭാഗവതഃ ശശാസഃ. യദാ ഹി സൂത്യാം അഭിജാതകോവിദാഃ സമാദിശൻ വിപ്രമഹദ്ഗുണസ്തദാ. സ ഉത്തരസ്യ തനയാം ഉപയേമ ഇരാവതീം. ജനമേ ജയാദീൻ ചതുരഃ തസ്യാമുൽപാദയത് സുതാൻ. ഇപ്പോഴും പ്രശ്നമുണ്ടോ? ചിലർ നോട്ട് ഓഡിബിൾ എന്ന് പറയുന്നു. അവനവൻ്റെ സെറ്റ് കേടുണ്ടോ നോക്കുക ആദ്യം. അല്ലെങ്കിൽ ചിലർക്ക് മാത്രം ക്ലിയറും ചിലർക്ക് ക്ലിയർ അല്ലാതെ ഇരിക്കില്ല. ആർക്ക് ക്ലിയർ അല്ലയോ അവരുടെ സെറ്റിനാണ് കുഴപ്പം. അപ്പോൾ അവരുടെ റേഞ്ചിനാണ് കുഴപ്പം. അല്ലെങ്കിൽ ചിലർക്ക് കിട്ടേണ്ട ആവശ്യമില്ലല്ലോ. സൗത്തരസ്യ തനയാം ഉപയേമ ഇരാവതീം. ജനമേ ജയാദീൻ ചതുരഃ തസ്യാമുൽപാദയത് സുതാൻ. ആജഹാരാശ്വമേധാൻ ത്രീൻ ഗംഗായാം ഭൂരി ദക്ഷിണാൻ. ശാരദ്വതം ഗുരും കൃത്വാ ദേവാ യത്രാക്ഷിഗോചരാഃ. നിജഗ്രാഹൗജസാ വീരഃ കലിം ദിഗ്വിജയേ ക്വചിത്. നൃപലിംഗധരം ശൂദ്രം ഘ്നന്തം ഗോമിഥുനം പദാ. സൗനക ഉവാച കസ്യ ഹേതോർനിജഗ്രാഹ കലിം ദിഗ്വിജയേ നൃപഃ. നൃദേവ ചിന്നദൃക് ശൂദ്രഃ കോസൗ ഗാം യഃ പദാഹനത്. തൽക്കത്യതാം മഹാഭാഗ യദി കൃഷ്ണകദാശ്രയം. അഥവാസ്യ പദാംബോജമകരന്ദലിഹാം സതാം.
കിമന്യൈരസദാലാപൈഃ ആയുഷോ യദസദ്വ്യയഃ ക്ഷുദ്രായുഷാം നൃണാമംഗമർത്യാനാമൃതമിച്ഛതാം ഇഹോ ബഹൂതോ ഭഗവാൻ മൃത്യുശാമിത്രകർമ്മണി ന കശ്ചിൻ മ്രിയതേ താവത് യാവദാസ്തൈഹാന്തകഃ ഏതദർത്ഥം ഹി ഭഗവാൻ ആഹൂതഃ പരമർഷിഭിഃ അഹോ നൃലോകേ പീയേത ഹരിലീലാമൃതം വചഃ മന്ദസ്യ മന്ദപ്രജ്ഞസ്യ വയോ മന്ദായുഷശ്ച വൈ നിദ്രയാ ഹ്രിയതേ നക്തം ദിവാച വ്യർത്ഥകർമ്മഭിഃ സൂത ഉവാച യദാ പരീക്ഷിത് കുരുജാംഗലേ ശൃണോത് കലിം പ്രവിഷ്ടം നിജ ചക്രവർത്തിതേ നിശമ്യ വാർത്താം അനധിപ്രിയാം തതഃ ശരാസനം സംയുഗ ശൗണ്ഡിരാദദേ സ്വലംകൃതം ശ്യാമതുരംഗയോജിതം രഥം മൃഗേന്ദ്രധ്വജമാശ്രിതഃ പുരാത് വൃതോ രഥാശ്വദ്ദിപപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗതഃ ഭദ്രാശ്വം കേതുമാലം ച ഭാരതം ചോത്തരാൻ കുരൂൻ കിം പുരുഷാദീനി വർഷാണി വിജിത്യ ജഗൃഹേ ബലിം തത്ര തത്രോപസൃണ്വാനഃ സ്വപൂർവേഷാം മഹാത്മനാം പ്രഗീയമാണം ച യശഃ കൃഷ്ണമാഹാത്മ്യസൂചകം ആത്മാനം ച പരിത്രാതം അശ്വത്ഥാം മനോസ്ത്രതേജസഃ സ്നേഹം ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ തേഭ്യഃ പരമസന്തുഷ്ടഃ പ്രീത്യുജ്ജൃംഭിതലോചനഃ മഹാധനാനി വാസാംസി ദദൗ ഹാരാൻ മഹാമനാഃ സാരഥ്യപാർഷദ സേവന സഖ്യ ദൗത്യ വീരാസനാനുഗമന സ്തവന പ്രണാമം സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതിം ച വിഷ്ണോഃ ഭക്തിം കരോതി നൃപതിശ്ചരണാരവിന്ദേ തസ്യൈവം വർത്തമാനസ്യ പൂർവേഷാം വൃത്തിമന്വഹം നാതിദൂരേ കിലാശ്ചര്യം യദാസീത് തന്നിബോധ മേ ധർമ്മഃ പദൈകേന ചരൻ വിച്ഛായാമുപലഭ്യ ഗാം പൃച്ഛതി സ്മ അശ്രുവദനാം വിവത്സാമിവ മാതരം. ധർമ്മ ഉവാച കച്ചിത് ഭദ്രേ അനാമയമാത്മനസ്തേ വിച്ഛായാസീംളായദേശന്മുഖേന ആലക്ഷയേ ഭവതി മന്ദരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ പാദൈർനൂനം ശോചസി മൈകപാദം ആത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോസുരാദീൻ ഹൃതയജ്ഞഭാഗാൻ പ്രജാ ഉദസ്വിന്മഗവത്യവർഷതി അരക്ഷ്യമാണാ സ്ത്രിയ ഉർവിബാലാൻ ശോചസ്യതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്ര്യാൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തതോ വാശനപാനവാസസ്നാനവ്യവായോന്മുഖജീവലോകം യദ്വാംബതേ ഭൂരിപരാവതാരകൃതാവതാരസ്യ ഹരേർദരിദ്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ടാ കർമാണി നിർവാണ വിളംബിതാനി ഇദം മമാചക്ഷതവാദിമൂലം വസുന്ധരേ യേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസാ സുരാർച്ചിതം കിം ഹൃതമംബ സൗഭഗം. മുഴുവൻ വായിക്കാം. ധരണ്യുവാച ഭവാൻ ഹി വേദ തത്സർവം യന്മാം ധർമാനുപൃച്ഛസി ചതുർഭിർവർത്തസേ യേന പാദൈർലോകസുഖാവഹൈഃ സത്യം ശൗചം ദയാ ക്ഷാന്തിഃ ത്യാഗഃ സന്തോഷ ആർജവം ശമോദമസ്തപസ്സാമ്യം തിതിക്ഷോപരതി ശ്രുതം ജ്ഞാനം വിരക്തിരൈശ്വര്യം ശൗര്യം തേജോ ബലം സ്മൃതിഃ സ്വാതന്ത്ര്യം കൗശലം കാന്തിഃ ധൈര്യം മാർദ്ദവമേവ ച പ്രാഗൽഭ്യം പ്രശ്രയശീലം സഹ ഓജോ ബലം ഭഗഃ ഗാംഭീര്യം സ്ഥൈര്യമാസ്തിക്യം കീർത്തിർമാനോ അനഹംകൃതിഃ ഏതേ ചാന്യേ ച ഭഗവൻ നിത്യായത്ര മഹാഗുണാഃ
പ്രാർത്യ മഹത്വമിച്ഛദ്ഭിः ന വിയന്തി സ്മ കർഹിചിത് തേനാഹം ഗുണപാത്രേണ ശ്രീനിവാസേന സാമ്പ്രതം ശോചാമി രഹിതം ലോകം പാപ്മനാ കലിനേക്ഷിതം ആത്മാനം ചാനുശോചാമി ഭവന്തം ചാമരോത്തമം ദേവാൻ ഋഷീൻ പിതॄൻ സാധൂൻ സർവാൻ വർണ്ണാൻ തദാശ്രമാൻ ബ്രഹ്മാദയോ ബഹുതിദം യദഭംഗമോക്ഷകാമാസ്തപസ്സമചരൻ ഭഗവൽ പ്രപന്നാഃ സാ ശ്രീ സ്വവാസമരവിന്ദവനം വിഹായ യത്പാദസൗഭഗമലം ഭജതേ അനുരക്താ തസ്യാഹമബ്ജകുലിശാങ്കുശകേതുകേതൈഃ ശ്രീമൽപദൈർഭഗവതഃ സമലങ്കൃതാംഗീ ത്രീനത്യരോച ഉപലഭ്യ തതോ വിഭൂതിം ലോകാൻ സമാം വിസൃജതുൽ സ്മയതീം തദന്തേ യോ വൈ മമാദിപരമാസുരവംശരാജ്ഞാം അക്ഷൗഹിണീ ശതമപാനുദദാത്മതന്ത്രഃ ത്വാം ദുസ്തമൂനപദമാത്മനി പൗരുഷേണ സമ്പാദയൻ യദുഷു രമ്യം അഭിഭ്രദംഗം കോ വാ സഹേദവിരഹം പുരുഷോത്തമസ്യ പ്രേമാവലോകരുചിരസ്മിതവൽഗുജൽപൈഃ സ്ഥൈര്യം സമാനമഹരൻ മധുമാനിനീനാം രോമോത്സവോ മമ യദംഗ്രിവിഡംഗിതായാഃ തയോരേവം കഥയതോഃ പൃഥിവീധർമ്മയോസ്തദാ പരീക്ഷിന്നാമ രാജർഷിഃ പ്രാപ്തഃ പ്രാചീം സരസ്വതീം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ പൃഥ്വീധർമ്മസംവാദോ നാമ ഷോഡശോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഹരി ഓം. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? കേട്ടു? എല്ലാവരും നന്നായി കേട്ടുവോ? ക്ലാരിറ്റി ഉണ്ടായിരുന്നോ? ഒന്ന് പറയൂ. ഓക്കെ അല്ലേ? കേട്ടു. ഓക്കെ. നാരായണ. അപ്പം നമുക്ക് നോക്കാം. താങ്ക് യു. മതി. യെസ്. അപ്പോൾ 15-ാം അധ്യായത്തിൽ അർജുനന്റെ വിലാപം കേട്ടു നമ്മൾ. പാണ്ഡവന്മാരുടെ മഹാപ്രസ്ഥാനം, അവരുടെ ഗതിമുക്തി, അതെല്ലാം വർണ്ണിച്ചു. അതിനുശേഷം നമ്മൾ 16-ാം അധ്യായത്തിൽ പരീക്ഷിത്തിൻ്റെ രാജ്യഭാരം, പരീക്ഷിത്ത് എങ്ങനെയാണ് രാജ്യം ഭരിച്ചത് എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ബ്രാഹ്മണരുടെ നിർദ്ദേശപ്രകാരം ദ്വിജവര്യ ശിക്ഷയാ, അതാണ് അവരുടെ പാരമ്പര്യം. പാണ്ഡവന്മാരും അവരുടെ പൂർവികരും എല്ലാവരും തന്നെ ബ്രഹ്മണ്യന്മാരായിരുന്നു. അപ്പൊ ബ്രാഹ്മണരുടെ ഉപദേശപ്രകാരം മഹാഭാഗവതനായ ആ പരീക്ഷിത്ത് ഭൂമിയെ വേണ്ട പോലെ പരിപാലിച്ചു. അദ്ദേഹം ജനിച്ചതായിട്ടുള്ള സമയത്ത് ബ്രാഹ്മണര് എന്തൊക്കെ ഗുണങ്ങൾ പറഞ്ഞുവോ അതൊക്കെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. സൂത്യാം അഭിജാത കോവിദാഹ, ഏതൊക്കെ ഗുണങ്ങളാണോ മഹദ്ഗുണ സമാധിശന്, ഏതെല്ലാം ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞുവോ ആ ഗുണങ്ങളെല്ലാം ഉള്ളവനായിരുന്നു എന്ന് പറഞ്ഞു. അദ്ദേഹം തൻ്റെ തന്നെ അമ്മാവനായ ഉത്തരൻ്റെ, വിരാട രാജാവായ ഉത്തരൻ്റെ മകളെ ഇരാവതിയെ വിവാഹം കഴിച്ചു. ജനമേജയൻ മുതലായി 4 പുത്രന്മാരെ ജനിപ്പിച്ചു. ഗംഗാതീരത്ത് നല്ല ഗംഭീരമായ ദക്ഷിണകളോടുകൂടിയതായിട്ടുള്ള 3 അശ്വമേധയാഗങ്ങളെ നടത്തി കൃപനെ ആചാര്യനാക്കിക്കൊണ്ട്
ദേവന്മാരൊക്കെ അവിടെ പ്രത്യക്ഷമായിട്ട് വന്നിട്ട് ഹവിസ് സ്വീകരിച്ചു എന്നാ പറഞ്ഞ ദേവാ എത്ര അക്ഷിഗോചരാഹ. അങ്ങനെയുള്ള അദ്ദേഹം ദിഗ്വിജയം നടത്തുമ്പോൾ ഒരിടത്ത് വെച്ച് സാക്ഷാൽ കലിയെ തന്നെ നിഗ്രഹിച്ചു എന്ന് പറഞ്ഞു. ഗോമിഥുന രൂപത്തില് ഭൂമിയും ധർമ്മവുമായി സംവാദം ചെയ്തുകൊണ്ടിരിക്കുന്ന രംഗത്ത് ഉപദ്രവിക്കുന്നതായിട്ടുള്ള കലിപുരുഷനെ, ശൂദ്രനാണ് പക്ഷേ ക്ഷത്രിയ വേഷധരനായിട്ട് രാജവേഷധരനായിട്ടുള്ള കള്ളനായ കലിയെ അവിടെ വെച്ച് പരീക്ഷിത്ത് രാജാവ് നിഗ്രഹിച്ചു എന്ന് കേട്ടു. അപ്പോൾ അതിന് സൗനകാദികള് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് ഈ കലിനിഗ്രഹം എന്ന് പറഞ്ഞ് ഭഗവത് കഥകളിലുള്ള അവരുടെ താല്പര്യത്തെയും പ്രകടിപ്പിച്ചു. അതിന് മറുപടിയായിട്ട് സൂതൻ ആരംഭിച്ചു. എപ്പോഴാണോ പരീക്ഷിത്ത് രാജാവ് തൻ്റെ ചക്രവർത്തി സ്ഥാനമായ കുരുജാങ്കലത്തിൽ സുഖമായി വസിച്ചുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ രാജ്യത്ത് കലി പ്രവേശിച്ചതായിട്ട് കേട്ടത്, ഉടനെ തന്നെ ശരാസനവും എടുത്തുകൊണ്ട് വില്ലും എടുത്തുകൊണ്ട് യുദ്ധപരാക്രമിയായ അദ്ദേഹം ഇറങ്ങിപ്പുറപ്പെട്ടു. ഗംഭീരമായിട്ടുള്ളൊരു രഥത്തിൽ, നല്ലതുപോലെ അലങ്കരിക്കപ്പെട്ടതും കറുത്ത കുതിരകളെ യോജിപ്പിച്ചതും സിംഹം കൊടിയടയാളമായതും മൃഗേന്ദ്രധ്വജം രഥം, മൃഗേന്ദ്രധ്വജമാണ് രഥം. അങ്ങനെയുള്ള രഥത്തില് ചതുരംഗ സൈന്യയാൽ ആവൃതനായിട്ട് വൃതോ രഥാശ്വ ദിപപത്തിയുക്തയാ സ്വസേനയാ ദിഗ്വിജയായ നിർഗത, ദിഗ്വിജയത്തിനായിക്കൊണ്ട് പരീക്ഷിത്ത് രാജാവ് ഇറങ്ങിപ്പുറപ്പെട്ടു. ഏതൊക്കെ ദേശത്തിലൂടെ അദ്ദേഹം കടന്നുപോയോ അവിടേക്കുള്ള രാജാക്കന്മാർ അദ്ദേഹത്തെ സൽക്കരിച്ച് അദ്ദേഹത്തിന് വേണ്ട സമ്മാനങ്ങളും ബലികളും അഥവാ ധനവും കൊടുത്ത് അദ്ദേഹത്തെ ബഹുമാനിച്ചു. അങ്ങനെ പോകുന്നിടത്തൊക്കെ തൻ്റെ പൂർവീകരുടെ യശസ് കേട്ടുകൊണ്ടും പാണ്ഡവന്മാരെ കുറിച്ച് ജനങ്ങൾ പുകഴ്ത്തുന്നത് കേട്ടുകൊണ്ടും അതുപോലെ തന്നെ ഭഗവാന്റെ മഹിമയെക്കുറിച്ച് പറയുന്നത് കേട്ടുകൊണ്ടും തന്നെക്കുറിച്ചും ആളുകൾ പറയുന്നത് കേട്ടുകൊണ്ടും ആത്മാനം ച പരിത്രാതം അശ്വത്ഥാമനു അസ്ത്രതേജസഹ, അശ്വത്ഥാമാവിന്റെ അസ്ത്രതേജസ്സിൽ നിന്ന് താൻ രക്ഷിക്കപ്പെട്ടതിനെ കുറിച്ചും വൃഷ്ണികളും യാദവന്മാരും പാണ്ഡവന്മാരും തമ്മിലുള്ള സ്നേഹവും പാണ്ഡവന്മാർക്കും യാദവന്മാർക്കും ഭഗവാനോടുള്ളതായിട്ടുള്ള ഭക്തിയും ഇതെല്ലാം കേട്ടുകൊണ്ട് സന്തോഷമായിട്ട് അദ്ദേഹം പോകുമ്പോൾ വഴിയിലൊക്കെ കാണുന്ന ആളുകൾക്കൊക്കെ ധാരാളം സമ്മാനങ്ങൾ അങ്കിളും കൊടുത്തുകൊണ്ട് ധാരാളം ധനവും വസ്ത്രങ്ങളുമെല്ലാം സമ്മാനമായി കൊടുത്തുകൊണ്ടും അദ്ദേഹം പോകുന്ന വഴിക്ക് ആ ഭഗവാൻ തൻ്റെ പൂർവികർക്ക് വേണ്ടി ചെയ്ത, പാണ്ഡവന്മാർക്ക് വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഓർത്തുകൊണ്ട് ഭഗവാന്റെ നേരെ അദ്ദേഹത്തിന് ഭക്തി വർദ്ധിച്ചു വന്നു, പ്രേമം കൂടിക്കൂടി വന്നു. അങ്ങനെ പോകുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് അധിക ദൂരത്തല്ലാതെ ഒരു കാഴ്ച കണ്ടു. എന്തായിരുന്നു? ധർമ്മ പദൈകേന ചരൻ വിച്ഛായാമുപലഭ്യഗാം പൃച്ഛതിസ്മാശ്രുവദനാം വിവത്സാമിവ മാതരം. ധർമ്മ ഏകേന പദാചരൻ, ധർമ്മൻ ഒറ്റക്കാലോടുകൂടി സഞ്ചരിക്കുന്നു. ഇവിടെ ധർമ്മം ഒരു കാളയുടെ രൂപത്തില്, ഋഷഭരൂപത്തില്. അവിടെ ഒരു ശോഭയില്ലാത്തൊരു പശുവിനെ, വിച്ഛായാം ഗാം ഉപലഭ്യ, ഒരു പശുവിനെ കണ്ടു. അശ്രുവദനയായി കണ്ണുനീർ വാർത്തുകൊണ്ട് നിൽക്കുന്ന വിവത്സാമിവ മാതരം, കുട്ടിയെ നഷ്ടപ്പെട്ട പശുവിനെ പോലെ കരയുന്ന ഒരു പശുവിനെ കണ്ട് ആ പശുവിനോട് ഈ ധർമ്മൻ ചോദിക്കുന്നു, നീ ആരാണ്, എന്തുകൊണ്ട് വിഷമിക്കുന്നു മുതലായത്. എങ്കിലും അറിയുന്നുണ്ട് ആരാണ് ഈ ഗോ, ഈ പശുവിന്റെ രൂപത്തിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭൂമി ദേവി തന്നെയാണ്. അപ്പൊ ഭൂമി ദേവി പശുവിന്റെ രൂപത്തിൽ നിന്ന് കരയുകയാണ്. ധർമ്മമാണ് കാളയുടെ രൂപത്തിൽ നിന്ന് ഈ ചോദ്യം ചോദിക്കുന്നത്. അവർ തമ്മിലുള്ള സംവാദമാണ് ഇനി അധ്യായത്തില് വർണ്ണിക്കുന്നത്, കാണാം. ഭൂമി ധർമ്മ സംവാദം. അപ്പൊ ആദ്യം ധർമ്മന്റെ ചോദ്യം, ധർമ്മത്തിന്റെ ചോദ്യങ്ങൾ 6 ശ്ലോകങ്ങൾ, അതിന് മറുപടിയായിട്ട് ധരണിയുടെ, ഭൂമിയുടെ വാക്കുകൾ കേൾക്കാം. ഇപ്പൊ ധർമ്മ ഉവാച
കച്ചിത് ഭദ്രേ അനാമയം ആത്മനസ്തേ വിച്ഛായാസി മ്ലായദേശന്മുഖേന ആലക്ഷയേ ഭവതീം അന്തരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ പാദൈർന്യൂനം ശോചസി മൈകപാദം ആത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസ്വിന്മഗവത്യവർഷതി അരക്ഷ്യമാണാ സ്ത്രിയ ഉർവിബാലാൻ ശോചസ്യതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്ര്യാൻ കിം ഛത്രബന്ധൂൻ കലിനോ സൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ വാശനപാനവാസസ്നാനവ്യവായോന്മുഖ ജീവലോകം യദ്വാംബതേ ഭൂരിപരാവതാര കൃതാവതാരസ്യ ഹരേർധരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി ഇദം മമാചക്ഷ തവാദിമൂലം വസുന്ധരേ യേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃദമംബ സൗഭഗം. അപ്പോ കാളയുടെ രൂപത്തിൽ നിൽക്കുന്ന ധർമ്മം ഭൂമിദേവിയോട്, പശുവിന്റെ രൂപത്തിൽ നിൽക്കുന്ന ഭൂമിദേവിയോട് ചോദ്യം ചെയ്യുകയാണ്. കച്ചിത് ഭദ്രേ അനാമയം ആത്മനസ്തേ, ഹേ ഭദ്രേ മംഗളശീലേ, തേ ആത്മനഃ അനാമയം കച്ചിത്, തേ ആത്മനഃ നിന്റെ ശരീരത്തിന് എന്നർത്ഥമാണ് ഇവിടെ ആത്മനഃ എന്നുള്ളതിന്. നിനക്ക് എന്നർത്ഥത്തിൽ നിന്റെ ശരീരത്തിന് അനാമയം കച്ചിത്, ആമയമൊന്നുമില്ലല്ലോ, രോഗമൊന്നുമില്ലല്ലോ, അസുഖങ്ങളൊന്നുമില്ലല്ലോ, ദുഃഖമൊന്നുമില്ലല്ലോ. കച്ചിത് എന്നുള്ളത് അങ്ങനെ ഇല്ലല്ലോ എന്നുള്ള ചോദ്യമാണ്. അപ്പൊ നിനക്ക് അനാമയം തന്നെയല്ലേ, ആമയങ്ങളൊന്നും ഇല്ലല്ലോ. ആർ യു ഓക്കെ, ആർ യു വെൽ എന്ന് ചോദിക്കാറില്ലേ നമ്മള്? അത് തന്നെയാണ് ഇവിടെ ചോദ്യം. കച്ചിത് ഭദ്രേ അനാമയം ആത്മനസ്തേ വിച്ഛായാസി മ്ലായതേ ഈശൻ മുഖേന. പക്ഷേ ചോദിക്കാൻ കാരണമുണ്ട്. എന്തുകൊണ്ട് ചോദിച്ചു? വിച്ഛായ അസി, വിച്ഛായ എന്ന് പറഞ്ഞാൽ വിഗതഛായ, ഛായ കുറഞ്ഞവൾ എന്ന് പറഞ്ഞാലോ ശോഭ കുറഞ്ഞവൾ. യഥാർത്ഥത്തിലുള്ള സ്വന്തം ആ പ്രകൃതി കാണുന്നില്ല, നിന്റെ യഥാർത്ഥത്തിലുള്ളതായിട്ടുള്ള ഛായ മങ്ങിയിരിക്കുന്നു. എന്താ ഒരു വാട്ടം എന്ന് ചോദിക്കില്ലേ നമ്മൾ? അതുപോലെ വിച്ഛായ അസി, നിന്നെ കാണുമ്പോൾ ഒരു വാട്ടം തോന്നുന്നു, നിന്റെ ഛായ കുറഞ്ഞിരിക്കുന്നു. മ്ലായതേ ഈശത് മുഖേന, മുഖേന നിന്റെ മുഖം കൊണ്ട് ഈശത് വാട്ടം കാണുന്നു. മ്ലാനത എന്ന് പറഞ്ഞാല് ഒരു സങ്കോചം, വാട്ടം എന്നൊക്കെ അർത്ഥമാണ്. നിന്റെ മുഖത്ത് എന്തോ ഒരു കുറവ് കാണുന്നു, ഒരു സങ്കോചം കാണുന്നു, ഒരു വാട്ടം കാണുന്നു. മ്ലായതേ ഈശത് മുഖേന, ഈശത് എന്ന് പറഞ്ഞാൽ അല്പം എന്നാണ്. മുഖേന നിന്റെ മുഖം കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു, നിന്റെ മുഖം കണ്ടാ അറിയാ നിനക്ക് വാട്ടമുണ്ട് എന്ന്. നാരായണ. കച്ചിത് ഭദ്രേ അനാമയമാത്മനസ്തേ വിച്ഛായാസി മ്ലായതേ ഷൺമുഖേന ആലക്ഷയേ ഭവതീം അന്തരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ. ഹേ അംബ എന്നും കൂടി അമ്മേ എന്നാ വിളിക്കുന്നത്. ഹേ അംബ, ഭവതീം ആലക്ഷയെ, നിന്നെ ഞാൻ മനസ്സിലാക്കുന്നു. ആലക്ഷയെ എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ കാണുന്നു. എങ്ങനെ കാണുന്നു? അന്തരാദി, സംതിങ് വറീസ് യു, എന്തോ ഉള്ളിൽ വറിയുണ്ട് നിനക്ക്, അല്ലേ? നിന്റെ ഉള്ളിൽ ആദിയുണ്ട്. അപ്പൊ ഉള്ളിൽ ആദിയുള്ളവളായിട്ട് അന്തരാദ്യം. എന്താ നിനക്ക്, എന്താ നിന്റെ ദുഃഖ കാരണം? പല കാരണങ്ങളെ ചോദിക്കുന്നതിൽ ആദ്യത്തത് ചോദിക്കണം. എന്താണ്? ഹേ അംബ, കഞ്ചിത് ദൂരേ ബന്ധും ശോചസി,
നിന്നെ കണ്ടിട്ട് വലിയ കുഴപ്പം തോന്നുന്നില്ല, ആരോഗ്യ പ്രശ്നമൊന്നും തോന്നുന്നില്ല. അപ്പൊ നീ ആരെക്കുറിച്ചാണ് ദുഃഖിക്കുന്നത്? കഞ്ചിത് ദൂരേ ബന്ധും, ദൂരെയുള്ള ഏതോ ബന്ധുവിനെ കുറിച്ച്, നിനക്ക് വേണ്ടപ്പെട്ടവരെ കുറിച്ചാണോ നീ ദുഃഖിക്കുന്നത്? ശോചസി, നിന്നെ കുറിച്ചാവാനുള്ള ഒരു സാധ്യത നിന്റെ ശരീരപ്രകൃതിയിൽ നിന്ന് വലുതായിട്ട് കാണുന്നില്ല. ഞാൻ ധരിക്കുന്നു നീ വേറെ ആരെയോ നിന്റെ ബന്ധുവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയാണ്. ആരെയോ നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ വേറെ ഏതോ ഒരു ബന്ധുവിനെ കുറിച്ചോ നീ വിഷമിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു. വാസ്തവം അത് തന്നെയാണ്, അല്ലേ? ഭൂമി ദേവിയാണ് ഈ നിൽക്കുന്നത്. ആ ഭൂമി ദേവി ആരെ ഓർത്താണ് വിഷമിക്കുന്നത്? ഭഗവാൻ ഇത്രയും കാലം ഈ ഭൂമിയെ തന്റെ പാദങ്ങളെ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ഭഗവാന്റെ പാദസ്പർശമേറ്റ ഭൂമി തരളിതയായിരുന്നു, ഐശ്വര്യ സമ്പൂർണയായിരുന്നു. ആ ഭഗവാന്റെ പാദസ്പർശം നഷ്ടപ്പെട്ടതോടുകൂടെ ഭൂമി ദേവിക്ക് എന്തെന്നില്ലാത്ത വിരഹ ദുഃഖമുണ്ട്. ആ തന്നെ ഉപേക്ഷിച്ചു പോയ ഭഗവാനെ കുറിച്ച് ഓർത്താണ് ഈ ഭൂമി ദേവി മ്ലാനവദനയായി വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ധർമ്മൻ നല്ലപോലെ ഊഹിച്ചെടുത്തു എന്നർത്ഥം. അപ്പൊ എല്ലാം വ്യക്തമായിട്ടാ പറഞ്ഞതെല്ലാം, ചോദ്യമെല്ലാം കറക്റ്റാണ്. ധർമ്മ ഉവാച കച്ചിത് ഭദ്രേ അനാമയമാത്മനസ്തേ വിച്ചായാസീംലായദേശന്മുഖേന ആലക്ഷയേ ഭവതീമന്തരാദിം ദൂരേ ബന്ധും ശോചസി കഞ്ചനാംബ. കഞ്ചന ബന്ധും പ്രതി ശോചസി പാദൈർന്യൂനം ശോചസി മൈകപാദം ആത്മാനം വാ ഋഷളൈർഭുക്ഷ്യമാനം ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉതസ്വിന്മഗവത്യവർഷതി. ഇനി ഓരോ വരിയിലും ഓരോ കാരണങ്ങൾ എടുത്തെടുത്ത് ചോദിക്കുന്നു. നിന്റെ വിഷമത്തിന് കാരണം എന്താണ്? വാസ്തവത്തിൽ ഈ ചോദിക്കുന്നതൊക്കെ കാരണം തന്നെയാണ്. ഓരോന്നും എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട്. എല്ലാം ഭൂമിയുടെ ദുഃഖത്തിന് കാരണമാണ്. മൊത്തത്തില് ഭൂമി ദുഃഖിതയാണ്. അപ്പോ ഏതൊക്കെയാണ് ചോദ്യങ്ങള്? പാദൈർന്യൂനം ശോചസി മൈകപാദം. ഇവിടെ മാം പ്രതി, മാ ഏകപാദം, മാ എന്ന് പറഞ്ഞ ഇവിടെ മാം ഏകപാദം ശോചസി, എന്നെ ഒറ്റക്കാലായിട്ട് കണ്ടിട്ട് നീ ദുഃഖിക്കുകയാണോ? പാദൈർ ന്യൂനം, മറ്റ് 3 കാലുകൾ കുറഞ്ഞിരിക്കുന്നവനും ഒറ്റക്കാലനുമായിട്ട് കണ്ടിട്ടുള്ള എന്നെ കുറിച്ചാണോ നിന്റെ വിഷമം? അതും സത്യമാണ്. ഇവിടെ ആരാണ് ഈ നിന്ന് ചോദിക്കുന്നത്? സാക്ഷാൽ ധർമ്മം. ധർമ്മത്തിന്റെ 3 പാദങ്ങൾ നഷ്ടപ്പെട്ട് ഒരു പാദം മാത്രം ബാക്കിയായി എന്ന് പറഞ്ഞാല് ധർമ്മത്തിന് 4 പാദങ്ങളാണ്. ഏതൊക്കെയാണ് 4 പാദങ്ങള്? അഹിംസ, സത്യം, തപസ്, ശൗചം. അതൊക്കെ അഡീഷണൽ ആണ്. ഇത് 4 പാദങ്ങൾ പ്രധാനം. അഹിംസ, സത്യം, തപസ്, ശൗചം. ഈ 4ലൂടെയാണ് ധർമ്മം നിലനിൽക്കുന്നത്. അപ്പൊ അതില് സത്യമൊഴിച്ച് ബാക്കി 3 പാദങ്ങളും കലിയുഗമാവുമ്പോഴേക്കും നഷ്ടപ്പെട്ടു. കൃതയുഗത്തിൽ ധർമ്മത്തിന് ഈ 4 പാദങ്ങളും പൂർണ്ണമായിട്ടുണ്ടാവും. സത്യയുഗം, കൃതയുഗം എന്ന് പറയുന്ന യുഗത്തില് ധർമ്മത്തിന്, കൃതയുഗത്തിൽ ധർമ്മത്തിന് 4 പാദങ്ങളും പൂർണ്ണം. 4 പാദങ്ങൾ അഹിംസ, സത്യം, തപസ്, ശൗചം. ഇത് 4ഉം പൂർണ്ണമായിരിക്കും കൃതയുഗത്തില്. ത്രേതായുഗമാവുമ്പോഴേക്കും അതിൽ 1 നഷ്ടപ്പെടും. അഹിംസ എന്നുള്ളതായിട്ടുള്ള ഭാഗം നഷ്ടപ്പെടും. അത് കഴിഞ്ഞ് ദ്വാപരയുഗമാവുമ്പോഴേക്കും തപസ്സും നഷ്ടപ്പെടും. കലിയുഗമാവുമ്പോഴേക്കും ശൗചവും നഷ്ടപ്പെടും. സത്യം മാത്രം കലിയുഗത്തിന്റെ ആരംഭത്തിൽ ശേഷിക്കും. കലിയുഗം അവസാനമാകുമ്പോഴേക്കും സത്യവും നശിക്കും. ഇപ്പൊ തന്നെ നമുക്കറിയാലോ, അവസാനമൊന്നും ആയിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. 5000 വർഷമേ ആയിട്ടുള്ളൂ. സത്യവും നശിക്കും. അപ്പൊ കലിയുഗത്തിൽ അവസാനിച്ചിരുന്ന ഒരു പാദവും പൂർണ്ണമായി നശിക്കും. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ച് ചോദിക്കുന്നത്. ധർമ്മമായ ഞാൻ 3 പാദങ്ങൾ നഷ്ടപ്പെട്ട്
ഏകപാദനായി നിൽക്കുന്നത് കണ്ടാണോ നിന്റെ വിഷമം എന്ന് ചോദിച്ചാൽ ഭൂമിയിൽ ധർമ്മം ക്ഷയിച്ചതിനെ കുറിച്ചാണോ നിന്റെ വിഷമം എന്ന് തന്നെയാണ് ഇവിടെ ഉദ്ദേശ്യം. അപ്പോ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് ഈ 4 കാലിൽ തന്നെയാണ്, ഈ 4 പാദങ്ങളിൽ തന്നെയാണ്, ധർമ്മത്തിന്റെ പാദങ്ങളിൽ തന്നെയാണ്. അഹിംസ, സത്യം, തപസ്, ശൗചം. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പിന്നീട് നമുക്ക് കാണാം. ഇപ്പൊ പാദൈർ ന്യൂനം ശോചസി മൈകപാദം, എന്നെക്കുറിച്ച് മാ ഏകപാദം മൈകപാദം, മാ എന്ന് പറഞ്ഞാൽ മാം പ്രതി ഏകപാദം ഇതി, പാവം ഒറ്റക്കാലിൽ നിൽക്കണ കണ്ടുവോ എന്ന് വിചാരിച്ചിട്ടാണോ എന്നെക്കുറിച്ച് ദുഃഖിക്കുന്നത്? ആത്മാനം വാ വൃഷളൈർ ഭോക്ഷ്യമാണം, ഇനി നീ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തിട്ടാണോ വിഷമിക്കുന്നത്? എന്താ കാര്യം? ആത്മാനം എന്ന് പറഞ്ഞാൽ ആത്മാനം പ്രതി, അവനവനെ കുറിച്ച്. അതെന്താണ്? വൃഷളൈഹി ഭോക്ഷ്യമാണം, ഭൂമിയെ ഭുജിക്കുന്നത് ആരാണ്? ഭൂഭുജന്മാർ, ഭൂബുക്കുകൾ. രാജാക്കന്മാരെ ഭൂബുക്കുകൾ എന്നാ പറയാ. ഭൂമിയെ അനുഭവിക്കുന്നവർ അവര് എങ്ങനെയുള്ളവര്? വൃഷളന്മാര്. വൃഷളന്മാരെന്ന് പറഞ്ഞാലോ ശൂദ്രന്മാര്. സംസ്കൃതത്തിലുള്ള വൃഷളന്മാര് തന്നെയാണ് മലയാളത്തിൽ വഷളന്മാരായി തീർന്നത്. മനസ്സിലായില്ലേ? മലയാളത്തിൽ വഷളന്മാര് എന്ന് പറയും, സംസ്കൃതം വൃഷളന്മാരാണ്. വൃഷളന്മാരെന്ന് പറഞ്ഞാലോ ദുഷ്ടന്മാര്, എന്താ പറയുക, ശൂദ്രപ്രായന്മാര്, ഒരു സംസ്കാരവും ഇല്ലാത്തവർ, മൂഢന്മാര്, കൊള്ളരുതാത്തവർ, പ്രാകൃതന്മാർ എന്നൊക്കെ പറയുന്ന അവരെ തന്നെയാണ് വൃഷളന്മാരെന്ന് സംസ്കൃതത്തിലും മലയാളം പറഞ്ഞു പറഞ്ഞ് വഷളന്മാരാക്കിയത്. അപ്പോ വൃഷളൈഹി ഭോക്ഷ്യമാണ്. ഇപ്പൊ നമ്മുടെ കേരളമൊക്കെ ഭരിക്കുന്നത് ആരാണ്? വൃഷളന്മാര് തന്നെയാണ്. എന്ന് വെച്ചാൽ വഷളന്മാര് തന്നെയാണ്, ശൂദ്രന്മാര് തന്നെയാണ്, കൊള്ളരുതാത്തവരാണ് ഭരിക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ആത്മാനം വാ വൃഷളൈർ ഭോക്ഷ്യമാണം ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസ്വിൻ മഗവത്യവർഷതി. ഇനി അഹോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചാണോ? ഏതിനെക്കുറിച്ച്? പ്രജകൾക്ക് ഇനി മഴയില്ലാതാവാൻ പോവുകയാണ്. ഭൂമിയിലെ ജനങ്ങൾക്ക് മഴയില്ലാതാവാൻ പോകും. മഗവതി അവർഷതി. അവർഷതി എന്ന് പറയുമ്പോൾ മഴയില്ലാതാകുമ്പോൾ. അത് ആര് കാരണം? ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രന്റെ പര്യായമാണ്. അദ്ദേഹം മഴ പെയ്യിക്കാതിരിക്കുമ്പോൾ മഗവതി സപ്തമിയാണ്. മഗവതി അവർഷതി സതി. ഇന്ദ്രൻ മഴ പെയ്യിക്കാതിരിക്കുന്നതിനെ കുറിച്ച്, ആ പ്രജകളെ കുറിച്ച് വിഷമിക്കുകയാണോ? അതിന് കാരണം എന്താണ്? പ്രജകൾക്ക് മഴ കിട്ടാതിരിക്കാനുള്ള കാരണം എന്താണ്? സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ. സുരാദീൻ ദേവന്മാരെ കുറിച്ച്, ദേവന്മാർക്ക് യജ്ഞഭാഗങ്ങൾ ലഭിക്കാതെ. അപ്പൊ ദേവന്മാർക്ക് യജ്ഞഭാഗം ലഭിച്ചാൽ മാത്രമേ ദേവന്മാർ എന്ത് ചെയ്യുള്ളൂ? തിരിച്ചിങ്ങോട്ടും തരുള്ളൂ, മഴയൊക്കെ തരുള്ളൂ. അപ്പൊ ദേവന്മാർക്ക് കൊടുക്കേണ്ട യജ്ഞഭാഗങ്ങൾ കുറഞ്ഞുപോയി. കലികാലമാവുമ്പോൾ ദേവാരാധനകൾ കുറയും, യജ്ഞങ്ങൾ കുറയും, സ്വാർത്ഥരായിത്തീരും ലോകത്തില്. അപ്പൊ സ്വാർത്ഥരുടെ എണ്ണം വർദ്ധിക്കും തോറും ദേവാരാധന കുറഞ്ഞ്, യജ്ഞങ്ങൾ കുറഞ്ഞ് ദേവന്മാർക്ക് പട്ടിണിയാവും. ദേവന്മാര് പട്ടിണിയായാൽ ദേവന്മാര് ഭൂമിയിലേക്ക് മഴയും കൊടുക്കില്ല. യജ്ഞാത് ഭവതി പർജന്യ എന്ന് ഗീതയിൽ ഭഗവാൻ പറയുന്നു. യജ്ഞത്തിൽ നിന്നാണ് പർജന്യമുണ്ടാകുന്നത്, മഴയുണ്ടാകുന്നത്. അപ്പൊ യജ്ഞം ഉണ്ടാവണം. ഭൂമിയിൽ ചെയ്യുന്ന, മനുഷ്യർ ചെയ്യുന്ന യജ്ഞങ്ങളെ കൊണ്ടാണ് ദേവന്മാർ സന്തോഷിക്കുന്നത്. അങ്ങനെ ദേവന്മാർ സന്തോഷിക്കുമ്പോൾ അവർ തിരിച്ചിങ്ങോട്ട് സമ്മാനിക്കുന്നു. എന്ത്? മഴയുടെ രൂപത്തിൽ. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്ത് ചെയ്യണം? പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യതാം ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ. പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യതാം. നിങ്ങൾ യജ്ഞങ്ങൾ കൊണ്ട് ദേവന്മാരെ പൂജിക്കുവിൻ, ദേവന്മാർ നിങ്ങളെയും സമ്മാനിക്കട്ടെ, ബഹുമാനിക്കട്ടെ. അങ്ങനെ നിങ്ങൾ പരസ്പരം പോഷിപ്പിക്കുന്നവരായിക്കൊണ്ട് സുഖമായി കഴിയുവിൻ എന്ന് പുരോവാച പ്രജാപതി. അല്ലേ? ആ സൃഷ്ടികർത്താവ് ഈശ്വരൻ ആദിയിൽ തന്നെ പറഞ്ഞു. സഹയജ്ഞാഃ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി.
അനേന പ്രസവിഷ്യദ്വം ഏഷവോസ്തിഷ്ഠ കാമദുഃഖ ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയഃ പരമവാപ്സ്യത ഇഷ്ടാൻ ഭോഗാൻ ഹി വോ ദേവാഃ ദാസ്യന്തേ യജ്ഞഭാവിതാഃ തൈർദത്താന പ്രദായൈഭ്യഃ യോ ഭുങ്ക്തേസ്തേന യേവ സഹ. ഇങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞു അല്ലേ, ഓർക്കുക. അപ്പോൾ ഭൂമിയിലെ മനുഷ്യര് കൊള്ളരുതാത്തവരായിട്ട് ദേവന്മാർക്ക് യജ്ഞഭാഗം കൊടുക്കാതിരിക്കുമ്പോൾ ദേവന്മാർ കോപിച്ച് മഴ പെയ്യാതെയും ഇരിക്കും. അപ്പൊ രണ്ടു കൂട്ടരും നശിക്കും പരസ്പരം പാര വെച്ചിട്ട് അല്ലേ. ഭഗവാൻ പരസ്പരം ഭാവയന്ത എന്ന് പറഞ്ഞു. നമ്മൾ എന്താ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്? പരസ്പരം പാരയന്ത, അങ്ങോട്ടും ഇങ്ങോട്ടും പാര വെച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ എന്ന് പറയുക. അപ്പൊ എന്താവും? നശിക്കും. അപ്പൊ തൻ്റെ ഭൂമിയിലുള്ള പ്രജകൾ നശിക്കുന്നതിനെ കുറിച്ചും ദേവന്മാർ വിഷമിക്കുന്നതിനെ കുറിച്ചും ഓർത്താണോ ഭൂമിദേവി നീ വിഷമിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോ എൻ്റെ കാലുകൾ നഷ്ടപ്പെട്ടതിനെ കുറിച്ചാണോ, അതോ നിന്നെ ശൂദ്രന്മാർ ഭരിക്കുന്നതിനെ കുറിച്ചാണോ, അതോ ദേവന്മാർക്ക് യജ്ഞഭാഗം കിട്ടാത്തതിനെ കുറിച്ചാണോ, അതോ ഭൂമിയിൽ മഴ പെയ്യാതെ ആവുന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണോ നീ വിഷമിക്കുന്നത്? അപ്പൊ കലിയുഗത്തിൽ ഇതൊക്കെ നടക്കും എന്ന് സൂചിപ്പിക്കുകയാണ്. പാദയന്യൂനം ശോചസീമൈകപാദം ആത്മാനം വാ വൃഷളൈർഭോക്ഷ്യമാണം ആഹോ സുരാദീൻ ഹൃദയജ്ഞഭാഗാൻ പ്രജാ ഉദസ്മിന്മഗവത്യവർഷതി അരക്ഷ്യമാണാ സ്ത്രിയ ഉർവിബാലാൻ ശോചസ്യതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്ര്യാൻ. ഇനി നീ ആരെയൊക്കെ കുറിച്ചിട്ടാണ് ഓർത്ത് വിഷമിക്കുന്നത്? ഹേ ഉർവി. ഉർവി എന്ന് പറഞ്ഞ ആരാണ്? ഭൂമി ദേവിയുടെ പര്യായം ഉർവി, വലിയവൾ എന്നാണ് അർത്ഥം. ഉരുവായവൾ, ഉരു എന്ന ശബ്ദത്തിന്റെ സ്ത്രീലിംഗ ശബ്ദമാണ് ഉർവി. പൃഥുവായവൾ, തടിച്ചവൾ, സ്ഥൂലമായവൾ എന്നൊക്കെ അർത്ഥമാണ്. ഭൂമി നല്ലപോലെ കൊഴുത്തിരുന്നാലേ നമുക്കൊക്കെ സുഖമായിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഭൂമി എപ്പോഴും ഉർവി ആയിരിക്കണം. അപ്പൊ ഉർവി, ഹേ ഭൂമി, അരക്ഷ്യമാണാഃ സ്ത്രിയഃ പുരുഷാദൈഹി ഇവ ആർത്താൻ ബാലാൻ. ഇനി ആദ്യത്തേത് അരക്ഷ്യമാണാഃ സ്ത്രിയഃ, രക്ഷിക്കപ്പെടാത്ത സ്ത്രീകളെ കുറിച്ച് ഓർത്താണോ നീ വിഷമിക്കുന്നത്? അപ്പൊ കലിയുഗത്തിൽ എന്ത് സംഭവിക്കും? രക്ഷിക്കപ്പെടാത്ത സ്ത്രീകൾ ഉണ്ടാകും എന്ന് പറഞ്ഞാലോ, സ്ത്രീകളെ എല്ലാവരും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാവുന്നർത്ഥം. സ്ത്രീകളെ ആരെല്ലാം രക്ഷിക്കണമെന്ന് ശാസ്ത്രം പറഞ്ഞു അല്ലേ? പിതാ രക്ഷതി കൗമാരേ, ഭർത്താ രക്ഷതി യൗവനേ, പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഇങ്ങനെ പറഞ്ഞു. 3 കൂട്ടരോട് സ്ത്രീകളെ രക്ഷിക്കാൻ ഏൽപ്പിച്ചു. ആരാ? നമ്മുടെ പിതാമഹന്മാര്, മനു. അപ്പൊ ആരൊക്കെ രക്ഷിക്കണം? ബാല്യകാലത്തിൽ കുട്ടികളെ, പെൺകുട്ടികളെ അച്ഛന്മാർ രക്ഷിക്കണം. ഇപ്പൊ ഏതാ കാലം? ഇപ്പൊ കാലം അച്ഛന്മാർ തന്നെ പീഡിപ്പിക്കുന്ന കാലം അല്ലേ? ദിവസവും പേപ്പറിൽ കാണാം. നമ്മുടെ ഇടയിലല്ല, ഈ ഭാഗവതം കേൾക്കുന്നവരാരുമല്ല, അത് കേൾക്കാത്ത ജന്തുക്കളുടെ ഇടയിലുള്ള കാര്യമാണ് ഈ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കേരളത്തിന്റെ കാര്യമാണ് പറയുന്നത്. ജിഹാദികളുടെ എന്താ പറയുക, അത്യന്തമായിട്ടുള്ള സ്വാധീനമുള്ള ഈ കേരളത്തിന്റെ അവസ്ഥയെ പറയുകയാണ്. ജിഹാദികളും കമ്മ്യൂണിസ്റ്റുകാരും കൂടിയിട്ടാണ് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ അവരുടെ അജണ്ടകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. 2 കൂട്ടരും കൂടി നല്ല ബന്ധത്തിലാണ്. ജിഹാദികൾ പ്ലാനിങ്, അതിന്റെ എക്സിക്യൂഷൻ മാർക്സിസ്റ്റുകാര്. അവരുടെ കയ്യിലെ കുട്ടിക്കൊരങ്ങന്മാരാണ് ഇവര്. അപ്പോ ഏതൊക്കെ
കൊള്ളരുതാത്ത പ്രവൃത്തികൾ ഇവിടെ നടക്കുന്നുണ്ടോ അതിൻ്റെയൊക്കെ പുറകെ ഈ പ്ലാനിംഗ് ആണ്. ഈ സനാതനധർമ്മത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ടതായിട്ടുള്ള ആളുകളുടെ പണിയാണ്. അങ്ങനെ എന്താ പറയുക, ധർമ്മം സംസ്കാരം എല്ലാം നഷ്ടപ്പെട്ട കുറെ മൂഢജന്തുക്കളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളം. അപ്പോ അരക്ഷ്യമാണാഹ സ്ത്രീയഃ, ബാല്യത്തിൽ പെൺകുട്ടികളെ അച്ഛന്മാർ രക്ഷിക്കണം, യൗവനത്തിൽ ഭർത്താക്കന്മാർ രക്ഷിക്കണം, വാർദ്ധക്യത്തിൽ ആൺമക്കൾ രക്ഷിക്കണം. പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷതി യൗവനേ പുത്രോ രക്ഷതി വാർദ്ധക്യേ. ഇന്ന് രക്ഷകരില്ലാതെ സ്ത്രീകൾ അനാഥകളായി, സമൂഹത്തിൽ എക്സ്പോസ്ഡായി, എക്സ്പ്ലോയിറ്റഡായി. പെൺകുട്ടികളും വേണ്ട രീതിയിൽ രക്ഷിക്കപ്പെടാത്തത് കൊണ്ട് തോന്നിയവാസികളായി. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾ തന്നെയാണ്, അച്ഛനമ്മമാര് തന്നെയാണ് ഉത്തരവാദികൾ. പെൺകുട്ടികളെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിക്കൊണ്ട് എക്സ്പോഷർ കൂടുതൽ കൊടുക്കുന്നത് അവർ തന്നെയാണ്. പെൺകുട്ടികൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ തന്നെ സഭ്യമല്ലാത്ത വസ്ത്രങ്ങൾ അവരെ ധരിപ്പിച്ച് ശീലിപ്പിച്ച് എന്താ പറയുക, റിയാലിറ്റി ഷോകളിലൊക്കെ കൊണ്ടു നടന്ന് വേഷം കെട്ടിച്ച് അവരെ ചെറുപ്രായത്തിൽ തന്നെ തോന്നിയവാസികളാക്കാനുള്ളതായിട്ടുള്ള എല്ലാ പ്രേരണയും കൊടുത്തുകൊണ്ട് രക്ഷതി എന്ന് പറയുന്നിടത്ത് അമ്മമാരും അച്ഛന്മാരും തന്നെയാണ് കുട്ടികളെ വഷളാക്കുന്നത്. കുട്ടികളെ എക്സ്പോസ് ചെയ്യുന്നതും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അവസരം കൊടുക്കുന്നതും അവർ തന്നെയാണ്. നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ അച്ഛനമ്മമാരും അങ്ങനെ വളർത്തിയിട്ടില്ല. രക്ഷിച്ച് വളർത്തി. അച്ഛനമ്മമാരുടെ ചിറകിൻ്റെ അടിയിൽ മക്കളെ സുരക്ഷിതരായി വളർത്തി, എപ്പോഴും ജാഗ്രതയോടുകൂടെ വളർത്തി. എവിടെയെങ്കിലും കുട്ടികൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ കണ്ണെത്തും. എന്താ, എവിടെ പോയി ഇത്ര നേരം, എവിടെയായിരുന്നു ഇത്ര നേരം, എന്തൊക്കെ ചെയ്തു, ആരുടെ അടുത്തൊക്കെ സംസാരിച്ചു, എന്തൊക്കെ സംസാരിച്ചു, എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു നമ്മുടെ മുത്തശ്ശിമാരും അച്ഛനമ്മമാരും. കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് കുട്ടികളൊക്കെ സ്വതന്ത്രരാണ്. കുട്ടികൾ അവർ സ്വതന്ത്രരാവാൻ പാടില്ലാത്ത പ്രായത്തിൽ അവർ സ്വതന്ത്രരാണ്. മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായത്തിൽ അവർ വളരെ മെച്യൂറായിട്ട് അഭിനയിക്കുകയാണ്. ഒരു മെച്യൂരിറ്റി ഇല്ല. അവർ ആപത്തുകളിലേക്കാണ് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുന്നത് എന്ന് അവരറിയുന്നില്ല. അങ്ങനെ വളരെ ഇമ്മെച്യൂറായിരിക്കുന്ന പ്രായത്തിൽ അവരെ മെച്യൂറാണെന്ന് ധരിച്ച് അവരെ കയറൂരി വിടുന്നു. അവർ സ്വയം ചെന്ന് ചതിക്കുഴികളിലേക്ക് ചെന്ന് ചാടുന്നു. കുട്ടികൾക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല, നമ്മളെക്കാൾ ബുദ്ധിയൊക്കെ ഉണ്ട്. അതിൻ്റെ അർത്ഥം അത് മെച്യൂരിറ്റി അല്ല. മെച്യൂരിറ്റി വേറെ, ബുദ്ധി വേറെ. ബുദ്ധി അധികമായാലും കുഴപ്പമാണ്, അഹങ്കാരത്തിന് കാരണമാകും. അപ്പൊ അതൊക്കെ നോക്കി വേണം മക്കളെ വളർത്താൻ. അത് തന്നെയാണ് രക്ഷ. ആ രക്ഷയില്ലാതെ എക്സ്പോസ്ഡ് ആയി കുട്ടികളൊക്കെ. അരക്ഷ്യമാണാഹ സ്ത്രീയഃ, രക്ഷിക്കപ്പെടാതെ പീഡിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള സ്ത്രീകളെ കുറിച്ച് വിഷമിക്കുകയാണോ ഭൂമി ദേവി നീയ്? ഇന്ന് കേരളത്തിൽ എത്ര ബലാത്സംഗ കേസുകളാണ്. അങ്ങ് ഉത്തർപ്രദേശിലോ ജമ്മു കാശ്മീരിലോ ആയിരുന്നെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക, നവോത്ഥാന നായകന്മാരൊക്കെ എത്ര ശബ്ദം ഉണ്ടാക്കിയതിനെ, ഇവിടുത്തെ സിനിമാക്കാരൊക്കെ എന്തൊക്കെ ശബ്ദം ഉണ്ടാക്കിയതിനെ. ഇവിടെ കേരളത്തിൽ ഹിന്ദു കുട്ടികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നതുകൊണ്ട് തന്നെ സൈലന്റ് ആണ്. എല്ലാവരും വായിൽ പഴം തിരികിയിരിക്കുകയാണ്. എല്ലാ സാഹിത്യ നായകന്മാരും നവോത്ഥാന നായകന്മാരും വായില് നേന്ത്രപ്പഴം തിരികിയിരിക്കുകയാണ്. പഴത്തിനൊക്കെ വില കൂടിയത് കാരണം. എത്ര കുട്ടികളാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ പീഡിപ്പിക്കപ്പെട്ട് ജീവനോടെ കെട്ടിത്തൂക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ ആളുകളായതുകൊണ്ട് സൈലന്റ് ആണ് ഇവിടെ. അതുപോലെ പീഡിപ്പിക്കപ്പെടുന്നത് ആരാണ് നോക്കിയിട്ടാണ്, പീഡിപ്പിക്കുന്നത് ആരാണോ നോക്കിയിട്ടാണ് ഇവിടെ പ്രതികരണങ്ങളൊക്കെ. പീഡിപ്പിക്കപ്പെടുന്നത് ഹിന്ദുവാണോ, മിണ്ടരുത്. പീഡിപ്പിക്കുന്നവൻ ജിഹാദിയാണോ, മിണ്ടരുത്.
പീഡിപ്പിച്ചവൻ ഹിന്ദുവാണോ, ഭയങ്കര ശബ്ദം ഉണ്ടാക്കണം. പീഡിപ്പിക്കപ്പെട്ടത് എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു പെൺകുട്ടി അത് അന്യമതത്തിൽപ്പെട്ടതാണോ, ഭയങ്കര ബഹളം ഉണ്ടാക്കണം. കേരളം നാണിക്കണം, കേരളം നാണം കെട്ടു എന്ന് പറയണം, ഭാരതം നാണം കെട്ടു എന്ന് പറയണം. അപ്പൊ ഇതാണ് കലിയുഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരക്ഷ്യമാണാഹ സ്ത്രീയഃ, സ്ത്രീകൾ രക്ഷിക്കപ്പെടാത്തതിനെ കുറിച്ചാണോ, അല്ലെങ്കിൽ ബാലാൻ പ്രതി ശോചസി, അത് ബാലാൻ പ്രതി ശോചസി, കുട്ടികളെ കുറിച്ച് ഓർത്താണോ നിന്റെ സങ്കടം? എന്തുകൊണ്ടെന്നാൽ കുട്ടികളെ, കൊച്ചുകുട്ടികളെ പോലും അച്ഛനമ്മമാർ ഉപേക്ഷിച്ചിരിക്കുന്നു. പുരുഷാദൈരി വാർത്താൻ, പുരുഷാദന്മാരെന്ന് പറഞ്ഞാൽ രാക്ഷസന്മാര്. പുരുഷാൻ അത്തി, മനുഷ്യരെ തിന്നുന്നവരാണ് പുരുഷാദന്മാര്, രാക്ഷസന്മാര്. അപ്പൊ രാക്ഷസന്മാര് കുട്ടികളെ പീഡിപ്പിക്കുന്നതിനെ കുറിച്ചോർത്ത് ആർത്തന്മാരായ ബാലന്മാരെ കുറിച്ചാണോ നിന്റെ വിഷമം ഭൂമി? ശരിയല്ലേ? ഭൂമിയില് ബാലന്മാര് വിഷമിക്കുന്നില്ലേ? ബാലന്മാര് പീഡിതരല്ലേ? ബാലന്മാരെ അച്ഛനമ്മമാർ പോലും ഉപേക്ഷിച്ചിരിക്കുകയല്ലേ എത്രയോ. ഇനി അഥവാ വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ഉപേക്ഷിച്ചതിന് തുല്യം തന്നെയാണ്. കുട്ടികൾക്ക് ആവശ്യപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ടായില്ല, കുട്ടികൾ ചോദിച്ചത് മുഴുവൻ വാങ്ങിച്ചു കൊടുത്തതുകൊണ്ട് ഉപേക്ഷിക്കപ്പെടാതെ ആവുന്നില്ല. കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുന്നില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല, സമയം കൊടുക്കുന്നില്ല. സ്വാർത്ഥത കൊണ്ട് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്ന ഭാര്യാഭർത്താക്കൾ ഇവര് സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് പോകുന്നു. അവര് നരാധമന്മാർ തന്നെയാണ്, പുരുഷാദന്മാർ അഥവാ രാക്ഷസ തുല്യന്മാരാണ്. അവരെ കുറിച്ചാണോ ഭൂമി നീ വിഷമിക്കുന്നത്? ബാലാൻ പ്രതി ശോചസി പുരുഷാദൈരി വാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രിയാൻ. വാചം ദേവീം, സരസ്വതി ദേവിയെ കുറിച്ചാണോ നീ ദുഃഖിക്കുന്നത്? ഒരു ചോദ്യമാണ്. സരസ്വതി ദേവിയെ കുറിച്ചാണോ? വാചം ദേവീം പ്രതി ശോചസി, വാഗ്ദേവിയെ കുറിച്ചാണോ? കാരണം എന്താ? വാഗ്ദേവിയെ നമ്മൾ ബഹുമാനിക്കണം, നല്ല രീതിയിൽ ഉപയോഗിക്കണം. ലോകത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി സരസ്വതി ദേവിയെ ഉപയോഗിക്കുമ്പോൾ സരസ്വതി ദേവി സന്തോഷിക്കും. നേരെ മറിച്ച് ഓരോരുത്തരുടെ സ്വാർത്ഥതയ്ക്കനുസരിച്ച് സരസ്വതിയെ ഉപയോഗിക്കുമ്പോൾ സരസ്വതി ദേവി കരയും. എന്നെ ബലാത്സംഗം ചെയ്യുന്നേ എന്ന് സരസ്വതി ദേവി കരയും. അപ്പൊ എന്താ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ ബ്രഹ്മകുലേ കുലാഗ്രിയാൻ ശോചസി. ബ്രഹ്മകുലത്തിൽ ജനിച്ചവർ, നല്ല അറിവുള്ള ബ്രാഹ്മണ കുലത്തിലൊക്കെ ജനിച്ചതായിട്ടുള്ള ആളുകള്, ആ കുലശ്രേഷ്ഠന്മാര്, കുലാഗ്ര്യന്മാരായിട്ടുള്ള ആളുകള് എന്ത് ചെയ്യണു? കുകർമ്മണി, കുൽസിത കർമ്മങ്ങൾ ചെയ്യുന്നവരും അബ്രഹ്മണ്യരും, ബ്രാഹ്മണരോട് യാതൊരു ബഹുമാനവുമില്ലാത്തതായിട്ടുള്ള ആ രാജകുലെ, രാജാക്കന്മാരെ സേവിക്കുവാൻ വേണ്ടി ബ്രാഹ്മണര് അവരുടെ കഴിവുകളെല്ലാം വിനിയോഗിക്കുന്നു. ദുഷ്ടന്മാരായ രാജാക്കന്മാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ബ്രാഹ്മണർ എന്ന് പറയുന്നവർ, അറിവുള്ളവർ, അവരുടെ കഴിവുകളെ ഉപയോഗിക്കുന്നു. അപ്പോ രാജാക്കന്മാരെ സ്തുതിക്കാനാണ് ഈ സരസ്വതിയെ ഉപയോഗിക്കുന്നത്. ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ സ്തുതിക്കാൻ ഈ ബ്രാഹ്മണര് വാക്കുകളെ ഉപയോഗിക്കുന്നു. അപ്പൊ സരസ്വതിക്ക് സങ്കടമാകുന്നു. കഷ്ടം, ഈ ദുഷ്ടന്മാരെ സ്തുതിക്കാൻ എന്നെ ഉപയോഗിക്കണമല്ലോ എന്ന് സരസ്വതി വിഷമിക്കുന്നു. അതുപോലെ തന്നെ ഭൂമിദേവിക്ക് വേറെന്താ വിഷമം? സരസ്വതിയെക്കുറിച്ചും ഈ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കുറിച്ചും, അവർ ബ്രാഹ്മണരെ പൂജിക്കാതെ ബഹുമാനിക്കാതിരിക്കുന്ന ആ ദുഷ്ടന്മാരായ രാജാക്കന്മാരെ കുറിച്ചും, അതുപോലെ തന്നെ ഈ രാജാക്കന്മാരെ സേവിക്കുന്ന മൂഢന്മാരായ വലിയ പണ്ഡിതന്മാരെന്ന് മാനിക്കുന്ന ബ്രാഹ്മണരെ കുറിച്ചും ഭൂമിക്ക് വിഷമമുണ്ട്. ബ്രാഹ്മണര് ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്ന് പറഞ്ഞുകൊണ്ട്
ഭരണാധികാരികളെ സേവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് പാട്ടുപാടിക്കൊണ്ട് അവരെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന അതൊക്കെയാണ്. ഇന്നത്തെ കവികള്, സാഹിത്യ നായകന്മാര്, നവോത്ഥാന നായകന്മാരെന്നൊക്കെ യഥാർത്ഥത്തിൽ പ്രശംസിക്കേണ്ടതിനെയൊക്കെ ഇകഴ്ത്തി പറഞ്ഞുകൊണ്ടും സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എന്താ പറയുക, എന്ത് നായകന്മാരാണ്? സാമൂഹ്യ നായകന്മാരുടെ സ്ഥാനത്തിരിക്കുന്നതായിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മൾ പലരും കവികള്, ബുദ്ധിജീവികള്, സാഹിത്യകാരന്മാരെന്നൊക്കെ പറഞ്ഞ് സർക്കാർ പല അവാർഡുകളും പല സ്ഥാനങ്ങളും കൊടുത്ത് ഓരോരുത്തരെയും സ്ഥാനത്ത് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി? ഞങ്ങൾ ചെയ്യുന്നതിനൊക്കെ നന്നായിട്ട് ജാലറയടിച്ച് ഞങ്ങളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കണം. ഞങ്ങൾക്കെതിരായിട്ട് ആരെങ്കിലും പറയണ്ടെങ്കിൽ അവരെയൊക്കെ നിങ്ങൾ കുരച്ച് നിശബ്ദരാക്കണം. നിങ്ങളുടെ കുരയെ കേൾക്കാൻ പാടുള്ളൂ, മറ്റവരുടെ ശബ്ദങ്ങളെ നിങ്ങൾ അടക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ എല്ലിൻ കഷ്ണങ്ങളാകുന്ന അവാർഡുകളും സ്ഥാനമാനങ്ങളും ഒക്കെ ഞങ്ങൾ തന്നിരിക്കുന്നത്. ഓർമ്മ വേണം, ഞങ്ങൾ ഗുരുവായൂരിലെ ഉണ്ടികയിൽ നിന്ന് എടുക്കുന്നതായിട്ടുള്ള 10 കോടി എടുത്തിട്ട് നിങ്ങൾക്ക് സമ്മാനങ്ങൾ തരും. ഞങ്ങള് പൂന്താനത്തിന്റെ പേരിലുള്ള അവാർഡുകൾ നിങ്ങൾക്ക് ഞങ്ങൾ തരും. അതൊക്കെ വാങ്ങിച്ചിട്ട് വായിൽ പഴവും തിരികെയും ഇരുന്നോളണം. ഞങ്ങൾ പറയുമ്പോൾ മാത്രം കുരയ്ക്കണം. ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഈ അപ്പകഷ്ണങ്ങൾ ഇട്ടുതരുന്നത് എന്ന് പറയുന്ന ഈ അവസ്ഥയെക്കുറിച്ച് ഭൂമിദേവി വിഷമിക്കുന്നു. അതാണ് ഇവിടുത്തെ വിഷയം. വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ. പണ്ഡിതന്മാരെന്നോ ജ്ഞാനികളെന്നോ സാംസ്കാരിക നായകന്മാരെന്നോ പറയുന്ന ആളുകള് ദുഷ്ടന്മാരായ ഭരണാധികാരികളെ സ്തുതിക്കാൻ വേണ്ടി വാക്കിനെ ഉപയോഗിക്കുമ്പോൾ സരസ്വതി വിഷമിക്കുന്നു. ഈ രാജാക്കന്മാരെ കുറിച്ചോർത്ത് ഭൂമി വിഷമിക്കുന്നു. ഈ ദുഷ്ടന്മാരായ സാഹിത്യ നായകന്മാരെ കുറിച്ചോർത്ത്, സാംസ്കാരിക നായകന്മാരെ കുറിച്ചോർത്ത് ഭൂമി വിഷമിക്കുന്നു. അതാണ് ഇവിടുത്തെ ചോദ്യം. നോക്കൂ, എത്ര കാലം മുമ്പ് ഇതൊക്കെ എഴുതി വെച്ചിരിക്കണോ എന്ന്. അതൊക്കെ നടക്കുന്നില്ലേ ഇപ്പോൾ ഇവിടെ? ഇതൊക്കെ നടക്കുന്നില്ലേ? നമ്മളൊക്കെ വിഷമമില്ലേ ഇത് കാണുമ്പോൾ? ഇവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വിഷമമുണ്ട്. അരക്ഷ്യമാണ സ്ത്രീയ ഉർവിബാലാൻ ശോജസ്യതോ പുരുഷാദൈരിവാർത്താൻ വാചം ദേവീം ബ്രഹ്മകുലേ കുകർമ്മണി അബ്രഹ്മണ്യേ രാജകുലേ കുലാഗ്രാൻ കിം ക്ഷത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തദോ വാശനപാനവാസസ്നാനവ്യവായോന്മുഖ ജീവലോകം. ഇനി ഈ ഭൂമിയില് ഓരോരുത്തരും ഒരു സംസ്കാരവുമില്ലാതെ ജീവിക്കുന്നതിനെ കുറിച്ച് ഓർത്താണോ? കിം ക്ഷത്രബന്ധൂൻ കലിനാ ഉപസൃഷ്ടാൻ. കലിനാ ഉപസൃഷ്ടാൻ, ഈ കലിയുഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന വ്യാപിക്കപ്പെട്ടതായിട്ടുള്ള ക്ഷത്രബന്ധൂൻ ക്ഷത്രിയാതമന്മാരെ കുറിച്ച് ഓർത്താണോ നിനക്ക് ദുഃഖം? അഴിമതിക്കാരും കൈക്കൂലിക്കാരും സ്വാർത്ഥരും സ്വജനപക്ഷപാതികളുമായിട്ടുള്ള ക്ഷത്രിയ സ്ഥാനത്തിരിക്കുന്ന ഭരണാധികാരികളെ, ദുഷ്ടന്മാരെ കുറിച്ച് ഓർത്താണോ നിനക്ക് വിഷമം? കലിനാ ഉപസൃഷ്ടാൻ ക്ഷത്രബന്ധൂൻ കിം തൈഹി അവരോപിതാനി രാഷ്ട്രാണിവാ. അവരാൽ ഭരിക്കപ്പെടുന്നതായിട്ടുള്ള രാഷ്ട്രങ്ങളെ കുറിച്ചാണോ, അവർ നശിപ്പിക്കുന്ന രാഷ്ട്രങ്ങളെ കുറിച്ചാണോ നിങ്ങൾക്ക് ഭൂമിക്ക് ദുഃഖം? ഇതസ്തതഃ അശനപാന വാസസ്നാന വ്യവായ ഉന്മുഖ ജീവലോകം. ഇതസ്തതഃ എന്ന് പറഞ്ഞാൽ അങ്ങുമിങ്ങും അലയുന്നവർ, ഒരു ഗതിയുമില്ലാതെ നടക്കുന്നവർ. അവർക്ക് അശനം എന്ന് പറഞ്ഞാൽ ഭക്ഷണം. അപ്പൊ ശുദ്ധവുമില്ല അശുദ്ധവുമില്ല, കിട്ടിയിടത്തുനിന്നൊക്കെ തിന്നുക, അശനം.
ഇവിടുന്നും അവിടുന്നും ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥയില്ലാത്ത ഭക്ഷണം, ഒരു ശുദ്ധിയുമില്ലാത്ത ഭക്ഷണം, ശൗചമൊട്ടുമില്ലാത്ത രീതികൾ. അപ്പോൾ ശുദ്ധാശുദ്ധങ്ങളല്ലാത്ത ഭക്ഷണം യാചിച്ച് കഴിക്കുക, വസ്ത്രങ്ങൾ യാചിച്ചുടുക്കുക, ജലപാനം ശുദ്ധവും അശുദ്ധവുമില്ലാതെ ചെയ്യുക, അശനം, പാനം, വാസം, സ്നാനം, ശുദ്ധമല്ലാത്ത ജലാശയങ്ങളിൽ സ്നാനം, വ്യവായം എന്ന് പറഞ്ഞാൽ കന്യകകളെ സ്വീകരിച്ച് സ്ത്രീസുഖം അനുഭവിക്കുക, മൈഥുനം, ഏത് ഒരു സംസ്കാരവുമില്ലാത്ത ആളുകൾ തമ്മിലൊക്കെ മൈഥുനാദി ബന്ധം, ആകെക്കൂടി ബന്ധം അത്രേ ഉള്ളൂ. നമ്മുടെ സംസ്കാരമാണോ അവർക്ക് ചേരുന്ന ബന്ധമാണോ എന്ന് നോക്കിയിട്ടല്ല, മൈഥുന ബന്ധം മാത്രമാണ് ഇവിടുത്തെ ബന്ധം. ആണും പെണ്ണും ആയാൽ മതി ചേരാനായിക്കൊണ്ട്. അതാണല്ലോ നമ്മുടെ അന്നത്തെ പുതിയ തലമുറയൊക്കെ കുട്ടികൾ നോക്കുന്നത്. ആണും പെണ്ണും അവരെന്ത് സംസ്കാരമാണോ, അവരെവിടേക്കാണോ തങ്ങളെ കൂട്ടിയിട്ട് പോകുന്നത് ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ കാണാൻ നല്ല കൊഴുപ്പുണ്ടോ, ശരീരത്തിന് ആരോഗ്യമുണ്ടോ, കൊഴുപ്പുണ്ടോ, കാണാൻ ചന്തമുണ്ടോ, സിനിമാക്കാരെ പോലെയുണ്ടോ, കളറുണ്ടോ, തലമുടി എങ്ങനെയുണ്ട്, ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാതെ പരസ്പരം ചേരുന്ന സംസ്കാരമാണോ, ആജീവനാന്തം ഒന്നിച്ച് കഴിയേണ്ടവരാണെന്നോ, ഒരു സംസ്കാരമുള്ളവർ തമ്മിലേ ചേരുകയുള്ളൂ, സംസ്കാരം വിരുദ്ധമായിട്ടുള്ളവർ തമ്മിൽ ചേരാൻ പ്രയാസമാണ്, ബാക്കി പലതുകൊണ്ടും ചേർച്ച നോക്കേണ്ടതുണ്ട്. ഇതൊന്നും നോക്കാതെ ദാമ്പത്യം മാത്രമാണ് അടിസ്ഥാനം. എന്തിന്? വിവാഹത്തിന്. ആണും പെണ്ണും ആയാൽ മതി. അതാണ് ഇവിടെ ചോദിക്കുന്നത്. വ്യവായം, സ്നാനവ്യവായോന്മുഖ ജീവലോകം. ഈ ജീവജാലങ്ങൾ മുഴുവൻ ഇങ്ങനെ തോന്നിയവാസികളായിട്ട് ഒരു അച്ചടക്കവുമില്ലാതെ, ഒരു വ്യവസ്ഥയുമില്ലാതെ, അവ്യവസ്ഥയോടുകൂടി ജീവിക്കുന്നത് കണ്ടിട്ടാണോ ഭൂമിദേവി നിനക്ക് വിഷമം? കിം ഛത്രബന്ധൂൻ കലിനോപസൃഷ്ടാൻ രാഷ്ട്രാണി വാ തൈരവരോപിതാനി ഇതസ്തോ വാശനപാനവാസസ്നാനവ്യവായോന്മുഖ ജീവലോകം. യദ്വാംബതേ ഭൂരിപരാവതാരകൃതാവതാരസ്യ ഹരേർദരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. ഇനി ഇതൊന്നും അല്ലെങ്കിൽ യദ്വാ, ഇനി ഇതാണോ ഏത്? അംബ, അല്ലയോ അംബേ, ധരിത്രി, ഭൂമിദേവി, തേ, നിനക്ക് നിന്റെ ഭൂരിപരാവതാര കൃതാവതാരസ്യ, നിന്റെ ഭൂരിയായിരുന്ന വർദ്ധിച്ചിരുന്നതായിട്ടുള്ള ഭാരത്തെ ഇറക്കുവാനായിക്കൊണ്ട് അവതരിച്ചവനായ ആ ഭഗവാൻ അന്തർഹിതസ്യ ഹരേഹേ, ഇപ്പോൾ അന്തർദാനം ചെയ്തവനായ ആ ഹരിയുടെ. അപ്പൊ നിനക്ക് വേണ്ടി, നിന്റെ ഭാരം കുറയ്ക്കാൻ വേണ്ടി, നിന്റെ ഭാരത്തെ ഇറക്കി വെക്കാൻ വേണ്ടി അവതരിച്ച് ഇപ്പൊ നിന്റെ ഭാരങ്ങളെല്ലാം ഇറക്കിയതിനു ശേഷം അന്തർദാനം ചെയ്തു പോയ ആ ഹരിയെ കുറിച്ചോർത്താണോ അദ്ദേഹത്തിന്റെ നിർവാണ വിളംബിതാനി കർമാണി സ്മരതി. അദ്ദേഹം നിർവാണത്തിന് ആശ്രയമായിരിക്കുന്ന, നമ്മളൊക്കെ ഭഗവാന്റെ കഥകളെ കേട്ടുകഴിഞ്ഞാൽ നമ്മളെ നിർവാണത്തിലേക്ക് എത്തിക്കുന്നതാണത്, മോക്ഷത്തിലേക്ക് എത്തിക്കുന്നതാണ്. അങ്ങനെ മോക്ഷദായകങ്ങളായ ഭഗവാന്റെ കഥകളെ, ഭഗവാന്റെ ലീലകളെ, കർമ്മങ്ങളെ സ്മരതി, ഓർത്തോർത്താണോ അവൾ അദ്ദേഹത്താൽ വിസൃഷ്ട, ഉപേക്ഷിക്കപ്പെട്ടത് കൊണ്ടാണോ നീ കരയുന്നത്? അപ്പോ വിഷയം, പ്രധാന വിഷയത്തിലേക്ക് വന്നു. നിന്നെ രക്ഷിക്കുവാൻ വേണ്ടി, നിന്റെ ഭൂമിയുടെ ഭാരം തീർക്കാൻ വേണ്ടി അവതരിച്ചതായിട്ടുള്ള ഭഗവാൻ തൻ്റെ ലീലകൾ, അത്ഭുത ലീലകൾ ചെയ്തുകൊണ്ട് നിന്റെ ഭൂമിയുടെ ഭാരമെല്ലാം ഇറക്കി വെച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ദേഹം ഉപേക്ഷിച്ചു പോയി, നിന്നെ ഉപേക്ഷിച്ചു പോയി. അതാണോ നിന്റെ വിഷമകാരണം എന്ന്, അതിനെക്കുറിച്ച് അത് ആലോചിച്ചാണോ നീ വിഷമിക്കുന്നത്? യദ്വാംബതേ ഭൂരിപരാവതാര കൃതാവതാരസ്യ ഹരേർദരിത്രി അന്തർഹിതസ്യ സ്മരതി വിസൃഷ്ട കർമാണി നിർവാണ വിളംബിതാനി. ഇദം മമാചക്ഷ്വതവാദിമൂലം വസുന്ധരേയേണ വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസ സുരാർ. ഇദം മമ ആചക്ഷ്വ തവ ആദിമൂലം, ഇദം തവ ആദിമൂലം,
നിന്റെ ആദിയുടെ കാരണത്തെ, നിന്റെ ദുഃഖ കാരണത്തെ മമ ആചക്ഷ്വ, എനിക്കായിക്കൊണ്ട് പറഞ്ഞു തന്നാലും. എന്താ നിനക്ക് പറ്റിയത്? ബലിനാം ബലീയസ കാലേന സുരാർച്ചിതം തേ സൗഭഗം ഹൃതം കിം. ബലിനാം ബലീയസ കാലേന, ബലവാന്മാരിൽ വെച്ച് ബലവാനായ കാലത്താൽ. കാലത്തെ തടഞ്ഞു നിർത്താൻ ഏത് ബലവാന് സാധിക്കും? ഒരുത്തനും സാധിക്കില്ല. അങ്ങനെ ബലവാന്മാരിൽ ബലവാനായ കാലത്താൽ സുരാർച്ചിതം തേ സൗഭഗം, ദേവന്മാരാൽ പോലും പൂജിക്കപ്പെട്ടിരുന്ന നിന്റെ സൗഭഗം എന്ന് പറഞ്ഞാലോ, ഭഗവാൻ ഭൂമിയിലുണ്ടായിരുന്നപ്പോൾ ഭൂമി സർവ ഐശ്വര്യ പരിപൂർണയായിരുന്നു, സർവസമ്പൽ സമൃദ്ധയായിരുന്നു, എല്ലാ നന്മകളും നിറഞ്ഞിരുന്നു. അപ്പൊ സ്വർഗത്തേക്കാൾ മനോഹരമായിരുന്നു. സ്വർഗവാസികളായ ദേവന്മാർ പോലും ബഹുമാനിക്കുന്നതായിരുന്നു ഭൂമിയിലെ സൗഭാഗ്യങ്ങൾ. അങ്ങനെയുള്ള നിന്റെ സൗഭാഗ്യങ്ങൾ ഇപ്പൊ ഭഗവാൻ പോയതോടുകൂടി ഹൃദം ഹരിക്കപ്പെട്ടു. കിം, അതുകൊണ്ടാണോ? അപ്പൊ ഭഗവാൻ പോയപ്പോ ഭൂമിയിലെ സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് കൊണ്ട് നിന്റെ സൗഭഗം കുറഞ്ഞത് കൊണ്ടാണോ? നിന്റെ സൗന്ദര്യം, നിന്റെ ഐശ്വര്യം കുറഞ്ഞത് കൊണ്ടാണോ നീ കരയുന്നത്? വസുന്ധരേ വസുന്ധരേ, വസുക്കളെ ധരിക്കുന്നവളാണ്, ധനത്തെ ധരിക്കുന്നവളാണ് ഭൂമി. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ സർവവും ധനമാണ്. ആ ധനങ്ങളെ മുഴുവൻ ധരിക്കുന്ന വസുന്ധരേ, നിനക്ക് എന്തെങ്കിലും ക്ഷയം സംഭവിച്ചുവോ ഭഗവാൻ പോയതുകൊണ്ട്? അമ്പ ഏന വികർഷിത അസി, യാതൊന്നിനാലാണ് നീ ഇങ്ങനെ വികർഷിതയായി, നീ വളരെ ക്ലേശം അനുഭവിക്കുന്നത്, നീ ചെറുതായിരിക്കുന്നത്, നീ സങ്കോചം ഭാവിച്ചിരിക്കുന്ന, കൃഷയായിരിക്കുന്നു. തവ ആദിമൂലമിതം മമ ആചക്ഷ, നിന്റെ ആദിക്ക് കാരണമായ ഈ കാര്യത്തെ നീ എന്നോട് പറയൂ. എന്താ നീ വിഷമിക്കുന്നത്? ഇങ്ങനെ ആ ധർമ്മം കാളയുടെ രൂപത്തിൽ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് ദേവിയോട് ചോദിക്കുകയാണ്. ആരോട്? ഭൂമി ദേവിയോട്. ഇദം മമാചക്ഷവതവാദിമൂലം വസുന്ധരേയേന വികർഷിതാസി കാലേന വാതേ ബലിനാം ബലീയസ സുരാർച്ചിതം കിം ഹൃദമംബ സൗഭഗം. അതിന് മറുപടിയായിട്ട് ഭൂമി ദേവി സംസാരിക്കുന്നുണ്ട്. നമുക്ക് നാളെ തുടരാം. ഇന്ന് ഇത്രയും മതി, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഹരി ഓം. അപ്പം ഇനി നാളെ കാണുള്ളൂ, വൈകിട്ടില്ല. നാളെ രാവിലെ വീണ്ടും കാണാം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും ശുഭദിന ആശംസകൾ. നാരായണ നാരായണ.